ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാനൊരു മീൻകറി വെക്കാനുള്ള പരിപാടി കേട്ടോ. പാചകം മാത്രമല്ല, പാചകവും അറിയാൻ നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ നമുക്ക് അയിലക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. പിന്നെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ എൻ്റെ അടുത്ത് ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മൾ 2 കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, തേങ്ങ അരയ്ക്കുന്നതിലേക്ക്. ഇതൊക്കെ കൂടെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം, എന്നാലും നമുക്ക് കറീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് 3 തക്കാളി വേണം, 2 പച്ചമുളക്, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി. ഇതും കൂടെ നന്നായിട്ട് കുഞ്ഞതാക്കി മുറിച്ചിട്ട് നമുക്കിത് ചട്ടീനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പിന്നെ അരച്ച് വെച്ച അരവും ഇതിന് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ല മസാലയൊക്കെ നല്ല വെന്ത് വരുമ്പോൾ കറി കുറുകി പോകാണ്ടിരിക്കാനാണ് ആവശ്യത്തിന് വെള്ളം ചേർക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ആഡ് ചെയ്യണം. പിന്നെ മാങ്ങ നമുക്കിത് അടുപ്പിലേക്ക് വെച്ചിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ മാങ്ങ ഞാൻ കാണിച്ചിട്ടുണ്ട്, മാങ്ങ കട്ട് ചെയ്യണം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വേണ്ടുന്ന പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങ, നമ്മളിപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, പുളി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വേണം. നമുക്ക് എത്ര പുളി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ മാങ്ങ എടുക്കാൻ കേട്ടോ. അതും കുഞ്ഞതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് കറി നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായി വെന്തതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അടുപ്പിലേക്ക് വെക്കുമ്പോൾ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ നമ്മൾ കറി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മീൻ ആഡ് ചെയ്യുന്നത്. മീൻ ഞാൻ ഇടുന്നത് കാണിച്ചിട്ടില്ല. മീനും കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ നന്നായിട്ട് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ കുഞ്ഞുള്ളിയിലാണ് നമ്മളിത് വറവൊഴിക്കുന്നത്. ചട്ടി അടുപ്പിലേക്ക് വെച്ച് നമ്മൾ അതിലേക്ക് പിന്നെ കുഞ്ഞുള്ളി കട്ട് ചെയ്തതും ഉലുവയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടാണ് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ. കറിക്ക് നല്ല ടേസ്റ്റാണ്. എന്നിട്ടിതാ കുഞ്ഞുള്ളിയും കൂടെ നമ്മൾ മൂപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. പിന്നെ കുറച്ച് ഉലുവയും കൂടെ ഇടുക, അതിൻ്റെ കറിവേപ്പിലയും ഇതൊക്കെ കൂടെ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി മൂത്തതിന് ശേഷം നമ്മളിത് കറിയിനകത്തേക്ക് ഒഴിക്കുക. കറിയിലേക്ക് മൂപ്പിച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് മൂടി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്. ദോശയ്ക്കും ചപ്പാത്തിക്കും പിന്നെ ഗോതമ്പ് ദോശയ്ക്കൊക്കെ നല്ല ടേസ്റ്റാണ്, ചോറിനൊക്കെ. എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.